വളരെ ഒരു നല്ല പേരാണ് ആയിരുന്നു വിഭജിക. വിഭജിക എന്ന 32 വയസ്സുകാരി പെൺകുട്ടി കാണാൻ സുന്ദരിയായിരുന്നു. അതിനെ നിതീഷ് എന്ന് പറയുന്ന ഒരുത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. അവൻ ഷാർജയിലാണ്. ഷാർജയിൽ നിതീഷിനോടൊപ്പം ഒപ്പം അവൻ്റെ അച്ഛൻ മോഹനൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു സഹോദരിയുണ്ട്. അതാണ് പ്രശ്നം. ഈ സഹോദരി എന്ന് പറയുന്ന നീതു എന്ന് പറയുന്ന ഒരു ലേഡി ഈ വിഭജിയെ വിവാഹം കഴിച്ചതിന് ശേഷം നോക്കപ്പോൾ ആ പെൺകുട്ടി വളരെ സുന്ദരിയാണ്. നീതുവിനേക്കാളും സുന്ദരിയാണ് ഈ പെൺകുട്ടി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇതിന് വൈരൂപ്യം ഉണ്ടാക്കി തീർക്കണം. അതായിരുന്നു ആ കുടുംബത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ബലമായിട്ട് ഈ പെൺകുട്ടിയുടെ മുടി മുറിപ്പിച്ചു. സുന്ദരിയാക്കാനെന്നുള്ള രീതിയിലാണ് മുടി മുറിപ്പിച്ചത്. മുടി മുറിപ്പിച്ച് എന്താ, അതിന് കുറച്ച് വൈരൂപ്യം വരണം. കാരണം നീതുവിനേക്കാളും സുന്ദരിയാണ്. നീതു എന്ന് പറയുന്ന ഇത് ഏതവളാന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന കാര്യമാണോ ഒരു പെൺകുട്ടിയോട് ചെയ്തു. ഈ പെൺകുട്ടി ഗർഭിണിയായി, അത് പ്രസവിച്ചു. അതിന് വൈഭവി എന്ന് പേരുള്ള ഒരു പെൺകുഞ്ഞ്, അതിന് പേരിട്ടത് അതാണ്. അതിൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 1.5 വയസ്സേ ഉള്ളായിരുന്നു അത് കൊല്ലപ്പെടുമ്പോൾ. ഈ 1.5 വയസ്സിൽ അത് കഴിഞ്ഞ് അതിൻ്റെ ചോറൂണിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ യവന്മാരാരും വരത്തില്ല. ഈ നിതീഷ് പങ്കെടുത്തില്ല, വേറെ ആരും അവരുടെ വീട്ടിൽ നിന്ന് ആരും പങ്കെടുത്തില്ല. അതൊരു പിണങ്ങാണ്. എന്നാലും ഇതങ്ങ് അടുത്തോളും എന്നുള്ള ഒരു ധാരണയിലാണ് ഈ പെൺകുട്ടി വീണ്ടും ഷാർജയിലേക്ക് പോകുന്നത്. അവസാനം ഇപ്പോൾ കഴിഞ്ഞ 9-ാം തീയതി, അതായത് ഈ കഴിഞ്ഞ 9-ാം തീയതി ആ കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. അത് മാത്രമല്ല, ഈ പെൺകുഞ്ഞിനെ ഉണ്ടല്ലോ, 1.5 വയസ്സുള്ള ഈ കുഞ്ഞ്, അതിനെ ആരോ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കയറിൻ്റെ 2 അറ്റത്തായിട്ടാണ് ഇവർ തൂങ്ങി നിൽക്കുന്നത്. ഫ്ലാറ്റിൽ, ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വിഭജിക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു, എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, ഇവർ കാരണം ഞാൻ, അതായത് ഈ നിതീഷ് ഭർത്താവും അതുപോലെ തന്നെ നീതുവും ഈ മോഹനൻ്റെയും പീഡനം സഹിക്കാൻ പറ്റുന്നില്ല. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇതിനെ പീഡിപ്പിക്കുകയാണ്. സഹിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഞാൻ ജീവൻ ഒടുക്കുകയാണ് എന്നാണ് അത് പറഞ്ഞത്. അത് ആത്മഹത്യയാവാനാണ് സാധ്യത. ഇനി നമുക്കത് പറയാൻ പറ്റത്തില്ല. കാരണം ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ഇത് സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് ചെയ്തത് മണിക്കൂറുകൾക്കകം ഇത് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇതിൻ്റെ മരണത്തിന് ശേഷമാണ്. കാരണം അതിൻ്റെ ഫോണിലേക്ക് ആക്സസ് ഇവനൊക്കെ കാണുമല്ലോ, അതുകൊണ്ടാണ് ആയിരിക്കാം. എന്തായാലും അത് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ പോസ്റ്റ്. പക്ഷേ അത് വീട്ടുകാരും എല്ലാം കണ്ടു, ആളുകളൊക്കെ കണ്ടു, അതിനിടയിൽ തന്നെ കണ്ടു കഴിഞ്ഞു. പോസ്റ്റ് നീക്കം ചെയ്താലും അതുണ്ടായിരുന്നല്ലോ, ഇനി റിട്രീവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ അമ്മ, അതായത് ഈ വിഭജികയുടെ അമ്മ ശൈലജ, അവർ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. എത്തിയത് ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഈ മോളുടെയും പിന്നെ കൊച്ചുമോളുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് വേണ്ടിയാണ്. ഇത് ഒരുപാട് ഈ പെൺകുട്ടി സഹിച്ചു കേട്ടോ, ഒരുപാട് സഹിച്ചു. പക്ഷേ അവസാനം ഒരു നിവൃത്തിയില്ലാതായപ്പോൾ അത് ആത്മഹത്യ ചെയ്താവാനാണ് നമുക്ക് ഇനി അറിയാൻ പറ്റുന്നില്ല. അതിനെ കഴുത്ത് മുറുകി കൊന്ന് കെട്ടിത്തൂക്കുകയാണെന്നൊന്നും പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. എവിഡൻസ് ഒക്കെ ഒരുപാട് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ആ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്നാലും അവിടുത്തെ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വളരെ അവരങ്ങനെ കീറി മുറിക്കത്തൊന്നുമില്ല. ശരീരം വളരെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെ അവർ നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വീണ്ടും ആ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് കത്തിച്ച് കളയാതെ ഈ ശൈലജയൊക്കെ ചെയ്യേണ്ടതും ബന്ധുക്കളും ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തണം. ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിക്കണം. അതാ വേണ്ടത്. എത്രയും പെട്ടെന്ന് മൃതദേഹങ്ങൾ വിട്ടുകിട്ടട്ടെ, ഇവിടെ കൊണ്ടുവന്നിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. ഇല്ലെങ്കിൽ എവിഡൻസ് കിട്ടത്തില്ല. ഏതായാലും ഈ ശൈലജയും ബന്ധുക്കളും ഒക്കെ ഇവിടെ കുണ്ടറ പോലീസിൽ പരാതി കൊടുത്തു. കുണ്ടറ പോലീസ് വളരെ സ്വിഫ്റ്റായിട്ട് തന്നെ കേസെടുത്തിട്ടുണ്ട്. അവർ കേസെടുത്തത് സ്ത്രീധന പീഡനം കേട്ടോ മൂലമുള്ള മരണം,
അതിന് അതൊരു കൊലപാതകമാണ്. അതിനും അത് നമ്മുടെ പഴയ 304B ഇപ്പം മറ്റു വകുപ്പാണ് BNS. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആത്മഹത്യാ പ്രേരണ കേട്ടോ, അതായത് അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, അപ്പോൾ അതുണ്ട്. അതേപോലെ തന്നെ ഗാർഹിക പീഡനം, ഡൊമസ്റ്റിക് വയലൻസ്, ഇതൊക്കെ കാണിച്ച് ഏതായാലും കുണ്ടറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലെ നിതീഷ് 1-ാം പ്രതിയും ഈ നീതു എന്ന് പറഞ്ഞ അവൻ്റെ പെങ്ങട് 2-ാം പ്രതിയും പിന്നെ അതേപോലെ ഈ അച്ഛൻ മോഹനൻ 3-ാം പ്രതിയുമാണ് അതിനകത്ത്. ഇനി ഇതിനകത്ത് എന്താ പറയുക, അതായത് ഈ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് ഇത് ഈ ഇങ്ങനെയൊക്കെ ഉള്ള കടുങ്കയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നീതുവിൻ്റെ ഭർത്താവ് അതിനെ കെട്ടിച്ചുവിട്ടാ അത് നോക്കണം. എന്നാലും അവൾ അവിടെ പുറക്കത്തില്ല, ഇവിടെ വന്നിട്ട് ഈ പെണ്ണിന് ഉപദ്രവിക്കണ്ടേ, അതിനെനിക്ക് പോരുന്നതാണ്. അപ്പോൾ അതിൻ്റെ നീതുവിൻ്റെ ഭർത്താവിനെ വിളിച്ച് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യല്ലേ എന്ന് പറയണേ നീതുവിനെ. ഇതുപോലും പറഞ്ഞിട്ടാണ് പെൺകുട്ടി അത് ചെയ്യാവുന്ന എല്ലാ വാതിലുകളും മുട്ടി നോക്കി, നിവൃത്തിയില്ല. ഏതായാലും ഇപ്പോൾ കേസ് വന്നിട്ടുണ്ട്. ഈ ആ കേസ് നല്ല രീതിയിൽ അന്വേഷിച്ച് അത് നടത്തണം. കാരണം വിദേശത്ത് വെച്ച് ഒരു ഒഫൻസ് നടന്നാലും നമ്മുടെ ഇന്ത്യൻ പൗരന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കേസ് ഇവിടെ വെച്ച് നടന്ന ഒഫൻസായിട്ട് തന്നെ പരിഗണിച്ച് ഇവിടെ കേസെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് കുണ്ടറ പോലീസ് ആ രീതി കേസെടുത്തേക്കുന്നത്. അതുമായിട്ട് മുമ്പോട്ട് നീങ്ങണം, ആ കേസ് നല്ല രീതിയിൽ നടത്തണം. ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ടാമത് ഈ ബോഡി നല്ല ഫോറൻസിക് സർജന്മാരെ കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിക്കണം. അത് മുഴുവൻ മനസ്സിലാക്കണം കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അത് യഥാർത്ഥ തൂങ്ങി മരണം തന്നെയാണോ അതോ അത് സ്ട്രാങ്കുലേറ്റ് ചെയ്ത് കെട്ടി തൂക്കിയതാണോ എന്നുള്ളതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണം, എന്നാലേ ഇനിയുള്ള ഈ പെൺകുട്ടികൾക്ക് രക്ഷയുള്ളൂ. ഇതുപോലെ ഈ കടുങ്കൈ കാണിക്കുന്ന വൃത്തികെട്ടവന്മാരായ അവനെ വേണ്ടെങ്കിൽ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാതിരുന്ന പോലെ. അത് കാണാൻ നല്ല സുന്ദരി ഒരു കൊച്ചാണ്. അപ്പോൾ ആയിരുന്നു, എന്ത് കഷ്ടമായിപ്പോയി. അതിൻ്റെ പേര് പോലെ സൗന്ദര്യമായിരുന്നു അതിനുണ്ടായിരുന്നത്. അത് അകാലത്തിൽ പൊലിഞ്ഞു പോയതല്ലേ. 32 വയസ്സെന്ന് പറയുന്നത് എന്താ ഉള്ള ഇന്നത്തെ കാലത്ത്. അതും 1.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞും അതും കൊല്ലപ്പെട്ടില്ലേ. എന്ത് കഷ്ടമായിപ്പോയി. അതേതായാലും തന്നെത്താൻ തൂങ്ങി മരിച്ചു എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. 1.5 വയസ്സുള്ള കുഞ്ഞ്, അതിനെ ആരെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ ഇല്ലാതെ പറ്റത്തില്ല. ഒന്നുകിൽ ഈ വിവഞ്ചിക അതിനെ കെട്ടിത്തൂക്കി, അല്ലെന്നുണ്ടെങ്കിൽ ഈ 2 പേരെയും ആരെങ്കിലും കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി. ഏതായാലും ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ മരണത്തിൽ. അതേതായാലും അന്വേഷിക്കപ്പെടേണ്ടതാണ്. കുണ്ടറ പോലീസ് എടുത്തേക്കുന്ന ആ കേസ് നല്ല രീതിയിൽ അന്വേഷിച്ച് മുമ്പോട്ട് പോകണം. പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം.